നമസ്കാരം. ഒടുവിൽ കേരളത്തിൽ 10 വർഷത്തെ ചെങ്കോട്ടകൾ തകർന്നു വീണു. പരാജയത്തിനും ഒരു അന്തസ് വേണമായിരുന്നു എന്ന് പറയാതെ വയ്യ. അത്തരത്തിൽ അമ്പയെ പരാജയപ്പെട്ട് ഇടതു ഭരണം തിരഞ്ഞെടുപ്പ് ഗോതയിൽ വീണുകിടക്കുമ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന സതീശന്റെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോഴും സതീശൻ കേട്ടതിനോളം അപവാദം മറ്റൊരു നേതാവ് കേട്ടിട്ടുണ്ടോ എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കണം. അത്രമേൽ കഴിവുകെട്ട നേതാവെന്ന പരാമർശത്തിൽ പല പ്രാവശ്യം പല ആക്ഷേപങ്ങളും കേട്ടിട്ടും നിശബ്ദമായി തളരാതെ പിടിച്ചു നിന്ന സതീശന്റെ വിജയം കൂടിയാണ് ഈ കേരളം UDF തൂക്കുന്നത് എന്ന് വേണം പറയാൻ. നിലവിലെ വോട്ടെണ്ണൽ തുടരുമ്പോൾ 100 സീറ്റുകൾക്ക് മേലെ പിടിച്ച് കോൺഗ്രസ് അധികാരം പിടിക്കാനുള്ള അവസാന നിമിഷങ്ങളോടെടുക്കുമ്പോൾ അതിനു പിന്നിൽ എക്കാലവും പ്രവർത്തിച്ച ശക്തനായ നേതാവായി സതീശനെ കാലം വാഴ്ത്തുക തന്നെ ചെയ്യും. എന്നാൽ ഇനി കാണേണ്ടത് ഇത്രയും വൻഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്ന 10 വർഷത്തിനു ശേഷം കേരളം പിടിച്ചെടുക്കുന്ന കോൺഗ്രസിന്റെ തമ്മിൽ തല്ലിന്റെ പുതിയ അധ്യായമാണ് എന്നതാണ് ഏറ്റവും വലിയ ഗതികേട്. കറയിലെ കറിവേപ്പില പോലെ ആവശ്യം കഴിഞ്ഞ് സതീശനെ പുറത്തേക്ക് വലിച്ചെറിയാൻ തയ്യാറായി മുഖ്യമന്ത്രി കസേരയ്ക്ക് പാകമായ കുപ്പായം തുന്നി നിൽക്കുന്ന 1-2 പേരല്ല കോൺഗ്രസിനുള്ളിൽ എന്നതാണ് വാസ്തവം. UDFിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിലേക്ക് എത്തിച്ച അതേ സതീശൻ ശരിയായ മത്സരം നേരിടാൻ പോകുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഗോതയിലാണ് എന്ന് വേണം പറയാൻ. അവിടെ സതീശന് ജയിക്കാനുള്ള ലീഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വരാത്ത ഈ നേരത്തെ പോലും സതീശന്റെ വിജയത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറയാൻ പാർട്ടി അനുയായികൾ പോലും തയ്യാറല്ല. സതീശന് പിന്നിലുള്ളത് സതീശന്റെ കുറച്ച് അനുയായികൾ മാത്രമാണ്. അതിനപ്പുറം പാർട്ടിയുടെ അന്തർധാരകളിൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തിരക്ക് പിടിച്ചുള്ള ചർച്ചകളിൽ സതീശന്റെ പേര് തഴയപ്പെടുകയാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകളെല്ലാം കാണിക്കുന്നത്. 3ാം പിണറായി ഭരണം കേരളത്തിലെന്ന് എല്ലാവരും ഉറപ്പിച്ച സമയത്ത് പോലും രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ചുകൊണ്ട് UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ചങ്കുറപ്പോടെ പറയാൻ കഴിഞ്ഞ സതീശന്, പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരങ്ങളും ആളിക്കത്തിക്കാൻ കഴിഞ്ഞ സതീശൻ, ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ സതീശന്, പൊരുതി തന്റെ കഴിവും കണക്കുകൂട്ടലും ശരിയാണ് എന്ന് തെളിയിച്ച സതീശന് മാറ്റി നിർത്തിക്കൊണ്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അണിയറ നീക്കങ്ങൾ തുടങ്ങുമ്പോൾ സതീശൻ നിശബ്ദം പിൻവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഉത്തരത്തിനാണ് കേരളം ഇനി കാത്തിരിക്കുന്നത്.